കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം അലയടിച്ചു വരികയാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് അനുകൂല സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമാണ് തെരുവിലിറങ്ങുന്നത്. ക്യാമ്പസിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നു, ക്യാമ്പസിൽ കുത്തിയിരിക്കുന്നു, വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പോലീസ് പോലും ഇടപെട്ട ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇതിനെല്ലാം സൗകര്യമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ 1-2 ഐക്യദാർഢ്യ റാലികൾ മാത്രമാണ് ഈ പാലസ്തീന് വേണ്ടി നടന്നത്. അതല്ലാതെ മറ്റൊന്നും നടന്നില്ല. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്തരം റാലികൾ നടക്കില്ല എന്ന് ലോകരാജ്യങ്ങൾ ചോദിക്കുന്നു. കാരണം ഇന്ത്യയിൽ എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിനിടയിലും എന്തുകൊണ്ട് ഇത്തരം റാലികൾ അല്ലെങ്കിൽ ഈ ഐക്യദാർഢ്യ റാലികൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിന് ശക്തനായ ഒരു ഭരണാധികാരി ഈ രാജ്യം ഭരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഈ കോമാളിത്തരങ്ങൾ, അതായത് ഒരു രാജ്യത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ട് മുൻപോട്ട് പോയാൽ, ഇല്ലെങ്കിൽ ഹമാസ് പോലുള്ള ഭീകര സംഘടനയ്ക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ നെഞ്ചരിപ്പയാകുമെന്ന് കൃത്യമായി തന്നെ അറിയാവുന്നവരാണ് ഇവിടെയുള്ളവർ. ഇതിനു മുൻപും ഇന്ത്യ അട്ടിമറിക്കാൻ ഇല്ലെങ്കിൽ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി തിരിച്ചവരൊക്കെ ഏതൊക്കെ ജയിലിലാണെന്ന് പോലും സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു നീങ്ങുമ്പോൾ ഒരില പോലും ഈ രാജ്യത്ത് അനങ്ങിയിട്ടില്ല എന്നുള്ളത് ഓരോ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.